എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഒരു ചേനയും കായയും കൊണ്ടുള്ളൊരു എരിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് ഞാൻ ഒരു നേന്ത്രക്കായ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു നേന്ത്രക്കായ, കുറച്ച് ചേന, ഒരു 1/4 കപ്പ് അരക്കപ്പോളം ചേന ഉണ്ട് എടുത്തിട്ട്. ഇത് നന്നായി കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കണം. ഉപ്പ് വെള്ളത്തിൽ. കായയ്ക്ക് കറയുണ്ടല്ലോ, അതുകൊണ്ട് ഉപ്പ് വെള്ളത്തിൽ വേണം ഇട്ട് വയ്ക്കാം കേട്ടോ. ഞാനിവിടെ ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം നമുക്ക് കുക്കറിലേക്ക് വെച്ചിട്ട് വേവിക്കാം. കുറച്ച് വെള്ളം, ഉപ്പും മഞ്ഞൾപ്പൊടി, മുളക് പൊടി കൂടിയും ചേർത്തിട്ട്. ഞാനവിടെ ചേനയും കായും കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കും. ഞാനിവിടെ കല്ലുപ്പാണ് ചേർക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കും. എരിവുള്ള മുളക് പൊടിയാണ്, ഒരു 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 2 വിസിൽ, 2-3 വിസിൽ അടുപ്പിക്കും. കഷ്ണം വേകുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ നരച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം, ക്യുമിൻ സീഡ് ചേർത്ത് കൊടുക്കണം. എന്നിട്ടത് കുറച്ച് തരിതരിയായിട്ട് അരച്ചെടുക്കണം. അല്ലാതെ ഫൈൻ പേസ്റ്റ് ആവേണ്ട ആവശ്യമില്ല. കുക്കറിൻ്റെ വിസിലൊക്കെ ആവിയൊക്കെ പോയിട്ടുണ്ട്. അതൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. അതിലേക്ക് അരച്ച് വെച്ച തേങ്ങ ചേർക്കാം. മിക്സാക്കാം. ഞാനിവിടെ തേങ്ങയുടെ കൂട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് തിളപ്പിക്കാൻ വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ വറുക്കണേ. തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം ഈ റെസിപ്പി വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. എണ്ണ ചൂടാകുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുകിട്ടിട്ട് പൊട്ടിക്കാം. അപ്പോൾ എണ്ണ ഇവിടെ ചൂടായിട്ട് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും വറ്റൽമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില. ഉഴുന്ന് പരിപ്പൊന്ന് ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പ് തേങ്ങ ഞാനിവിടെ ചിരകി വെച്ചിട്ടുണ്ട്, ചേർക്കാം. തേങ്ങ വറുത്തിടുമ്പോഴാണ് എരിശ്ശേരിക്കൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അടിപൊളി ടേസ്റ്റാണ്. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം തേങ്ങ വറുക്കണമെങ്കിൽ, അല്ലെങ്കിൽ പെട്ടെന്ന് തേങ്ങ കരിഞ്ഞു പോകും. അപ്പോൾ ടേസ്റ്റ് വ്യത്യാസമാവും. ഒന്ന് ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് വറുക്കാൻ തേങ്ങ. അതേപോലെ ബ്രൗൺ കളറായിട്ട് വരണം. ഒന്നും കൂടി ആവാനുണ്ട്. ഈ എരിശ്ശേരിയുടെ ഒരു ടേസ്റ്റ് കൂട്ടുന്നത് തന്നെ ഈ തേങ്ങയുടെ വറവാണ്. നല്ല മണമാട്ടോ അടുക്കള തേങ്ങ വറുത്തതുകൊണ്ട്. വെളിച്ചെണ്ണയുടെയും തേങ്ങയുടെയൊക്കെ ഒരു മണം അടുക്കള നിറഞ്ഞു നിൽക്കുന്നു. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി എരിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർക്കണേ. ശർക്കരയോ പഞ്ചസാരയോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങളുടെ അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. ഞാൻ കുറച്ച് ചേർക്കുന്നുണ്ട്, ചെറിയൊരു കഷ്ണം. ഈ ചൂടോടുകൂടെ തന്നെ അത് അലിഞ്ഞ് ചേർന്നോളൂ. ഒരു അടിപൊളി കായ ചേന എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ നിങ്ങളും കൂടി ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിക്കണം. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും താങ്ക് യു.